ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡബിൾ ഇൻ്റഗ്രൽ ബൈ കൺവേർട്ടിംഗ് ഫ്രം റെക്റ്റാങ്കുലർ ടു പോളാർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ട്രിപ്പിൾ ഇൻ്റഗ്രലാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ട്രിപ്പിൾ ഇൻ്റഗ്രൽസ്. ഇപ്പോൾ ഡബിൾ ഇൻ്റഗ്രലിൽ നമ്മൾ ചെയ്യുന്നത് വി ആർ ഇൻ്റഗ്രേറ്റിംഗ് ഫങ്ഷൻസ് ഓഫ് ദ ഫോം എഫ് ഓഫ് എക്സ് വൈ, അതായത് 2 വേരിയബിൾ ഫങ്ഷൻസ് ആണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിരുന്നത് ഓവർ എ റീജിയൻ. അപ്പം ട്രിപ്പിൾ ഇൻ്റഗ്രലിൽ നമുക്ക് ചെയ്യാനുണ്ടാവുക വി വാണ്ട് ടു ഇൻ്റഗ്രേറ്റ് എഫ് ഓഫ് എക്സ് വൈ സെഡ് 3 വേരിയബിൾ ഫങ്ഷൻസ്. അവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഓവർ എ സോളിഡ്, ഒരു സോളിഡിൻ്റെ പുറത്താണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അതായത് ഡബിൾ ഇൻ്റഗ്രൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ഒരു 2 ഡയമെൻഷണൽ ഡൊമൈനാണ്, അതായത് എക്സ് വൈ പ്ലെയിൻ ആണ്. എന്നാൽ 3 വേരിയബിളിൻ്റെ കേസിൽ ഡൊമൈൻ എന്ന് പറയുന്നത് എക്സ് വൈ സെഡ് കോർഡിനേറ്റ് സിസ്റ്റമാണ്, അതായത് സെറ്റ് ഓഫ് ഓൾ 3 ടപ്പിൾസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു സബ്സെറ്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എ സോളിഡ്, ഒരു സോളിഡ് ആയിരിക്കും. അത് സിലിണ്ടർ ആവാം, എനിത്തിങ് ആവാം. ഓക്കെ, അപ്പോൾ ദർ ഈസ് എ സോളിഡ് വി ഓർ ജി എന്നൊരു സോളിഡ് ഉണ്ടെങ്കിൽ വി ആർ ഇൻ്റഗ്രേറ്റിംഗ് ദിസ് ഫങ്ഷൻ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഓവർ ദ സോളിഡ് ജി. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ജനറൽ ആയിട്ടുള്ള ഐട്രേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് തന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് ഇവാലുവേറ്റ്. ഒരു ക്വസ്റ്റ്യൻ എഴുതാം. ഇവാലുവേറ്റ് integral -1 to 2, 0 to 2, integral 0 to 1, x square plus y square plus z square whole dx dy dz. ഇവിടെ നമുക്ക് ഡബിൾ ഇൻ്റഗ്രൽ അല്ല, ട്രിപ്പിൾ ഇൻ്റഗ്രലാണ്. അവിടെ 3 വേരിയബിൾസ് ഉണ്ട്, എക്സ് വൈ സെഡ്. അപ്പോൾ ഇതിൽ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഏത് വേരിയബിളിലായിരിക്കും? ഇതിൻ്റെ അകത്തുള്ള ഇത് എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, എക്സ് എന്നുള്ള ഇൻ്റഗ്രലായിട്ട് കൺസിഡർ ചെയ്യാം. അതിനെയാണ് ആദ്യം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. പിന്നീട് നെക്സ്റ്റ് അതിൻ്റെ ഔട്ടറിൽ വരുന്ന ഇൻ്റഗ്രേഷൻ, ദെൻ ഏറ്റവും ഔട്ടറിൽ വരുന്ന ഇൻ്റഗ്രേഷൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എക്സിലാണ്. ഓക്കെ, സോ ദിസ് യു ക്യാൻ റൈറ്റ് ആസ് ഇൻ്റഗ്രൽ -1 to 2, ഇൻ്റഗ്രൽ 0 to 2, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ x³ എന്നാൽ വൈ ആൻഡ് ഇസഡ് ആർ കൺസിഡേർഡ് ആസ് കോൺസ്റ്റൻസ്. വൈയും ഇസഡും കോൺസ്റ്റൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് വൈ സ്ക്വയർ എക്സ് പ്ലസ് സെഡ് സ്ക്വയർ എക്സ്. എക്സ് വേരീസ് ഫ്രം 0 to 1 dy dz. അപ്പോൾ ഇതെന്ത് വരും? ഇൻ്റഗ്രൽ -1 to 2, ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് 0 to 2 1/3 പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ -0 എന്ന വരും dy dz. ഓക്കെ, ഇനി y എന്നുള്ള വേരിയബിളിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. സോ ഇൻ്റഗ്രൽ -1 to 2, ദെൻ 1/3യുടെ ഇൻ്റഗ്രൽ y/3 പ്ലസ് y³ പ്ലസ് സെഡ് സ്ക്വയർ ഇൻറ്റു വൈ, ലിമിറ്റ് 0 to 2 dz. So this is equal to integral -1 to 2 2/3 plus 2³ 8/3 plus 2 into z square -0. ലോവർ ലിമിറ്റ് y = 0 കൊടുക്കുന്ന സമയത്ത് എല്ലാ ടേംസും 0 ആയി പോകും dz. ഓക്കെ, ഇനി വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് 2/3യുടെ ഇൻ്റഗ്രൽ 2/3 എക്സ്, അല്ലെങ്കിൽ 2/3 പ്ലസ് 8/3 നമുക്ക് എന്ത് എഴുതാം? 10/3 എഴുതാം. അപ്പോൾ 10/3 എക്സ് പ്ലസ് എക്സ് അല്ല, സെഡിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. 10/3 ഇസഡ് പ്ലസ്
2z² ഇൻ്റഗ്രൽ 2z³ ലിമിറ്റ് -1 to 2. ഓക്കെ, അപ്പോൾ എത്രയാണ് വരുന്നത്? 10/3 ഇൻറ്റു 2 പ്ലസ് 2/3 ഇൻറ്റു 8 മൈനസ് ലോവർ ലിമിറ്റ് -1 കൊടുക്കുന്ന സമയത്ത് -10/3 പ്ലസ് -2/3. ഓക്കെ, ദിസ് ഇസ് 20 പ്ലസ് 16 36/3 മൈനസ് ഇത് എത്രയാണ്? -12/3. സോ പ്ലസ് 4 എന്ന് വരും, വിച്ച് ഇസ് 36/3 എന്ന് വെച്ചാൽ 12 പ്ലസ് 4 16 എന്ന ആൻസർ കിട്ടും. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നോക്കിയിട്ട് പറയണം. 20 പ്ലസ് 16/3 എന്ന് വെച്ചാൽ 36/3. മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും. -12/3 is 4. ഓക്കെ, 16 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. സോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്ന ഡബിൾ ഇൻ്റഗ്രലിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് മാത്രം, ഒരു വേരിയബിളും കൂടെ വരുന്നു എന്ന് മാത്രം. അത് ചെയ്യാൻ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ബേസിക് പ്രോബ്ലത്തിലൊന്നും ഒരു ചേഞ്ചസും ഇല്ല. ഇതുപോലെ വേരിയബിൾ ലിമിറ്റ് വരുന്ന പ്രോബ്ലംസും വരാം. നമ്മൾ ഡബിൾ ഇൻ്റഗ്രലിലും അങ്ങനെ വേരിയബിൾ ലിമിറ്റ്സ് വരുന്നത് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇവാലുവേറ്റ് ഒരു ക്വസ്റ്റ്യൻ ഇവിടെ എഴുതാം. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 2 to 3 integral x to x², then integral 0 to log z x into e raised to y dy dz dx. ഇത് വാല്യൂറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? എല്ലാവരും സെൽഫായിട്ടൊന്ന് ചെയ്ത് നോക്കുക. ഇതിൽ കൂടുതൽ ഡിഫിക്കൽട്ടീസ് ഒന്നുമില്ല. അപ്പോൾ ചെയ്ത് നോക്കുമ്പോൾ മിസ്റ്റേക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചെയ്യുന്നത്, ആദ്യം ഏത് വേരിയബിളാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്? ഇവിടെ അകത്തുള്ള ഇൻ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. സോ ആദ്യം വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യും. വൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻ്റഗ്രൽ 2 to 3 ഇൻ്റഗ്രൽ x to x² വിത്ത് റെസ്പെക്ട് ടു വൈയിൽ എക്സ് ഈസ് ലൈക്ക് എ കോൺസ്റ്റൻറ്റ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു വൈ എന്ന് തന്നെ വരും. വൈയുടെ ഇൻ്റഗ്രൽ ഇ റൈസ് ടു വൈയുടെ ഇൻ്റഗ്രൽ ഇ റൈസ് ടു വൈ തന്നെ. വൈ വേരീസ് ഫ്രം 0 to log z dz dx ഈക്വൽ ടു ഇൻ്റഗ്രൽ 2 to 3 ഇൻ്റഗ്രൽ x to x² എന്താ വരിക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇ റൈസ് ടു ലോഗ് z എന്ന് വെച്ചാൽ എന്താണ്? z തന്നെ, എക്സ് z മൈനസ് y ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സ് ഇൻറ്റു 1 എന്ന് വരും. എക്സ് z മൈനസ് എക്സ് ഡി z ഡി എക്സ്. ഇനി വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് z എന്നുള്ള വേരിയബിളാണ്. സോ 2 to 3 സെഡിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു z മൈനസ് 1 ആണ്. അല്ലെങ്കിൽ രണ്ട് ടേംസ് ആയിട്ട് എടുക്കാം. എക്സ് ഇസഡിൻ്റെ ഇൻ്റഗ്രൽ എക്സ് ഇൻറ്റു z²/2 മൈനസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് ഇസഡ്, z വേരീസ് ഫ്രം എക്സ് ടു x² dx ഈക്വൽ ടു ഇൻ്റഗ്രൽ 2 to 3 x² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് റൈസ് ടു 4/2 എന്നാവും, എക്സ് റൈസ് ടു 5/2 എന്നാവും, മൈനസ് x³ x² എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലോവർ ലിമിറ്റ് എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ x³ 2 z ഈക്വൽ ടു എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ x² വരും dx വിച്ച് ഈസ് ഈക്വൽ ടു എന്താ വരുന്നത്? ഇൻ്റഗ്രൽ 2 to 3 വേണമെങ്കിൽ ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതാം, അല്ലെങ്കിൽ ഇത് തന്നെ ജസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതിയാവും. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് റൈസ് ടു 5ൻ്റെ ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു 6/6, ഓൾറെഡി ഡിനോമിനേറ്ററിലൊരു 2 ഉണ്ട്. സോ എക്സ് റൈസ് ടു 6/12 എക്സ് റൈസ് ടു 4/4 മൈനസ് എക്സ് റൈസ് ടു 4/2 അപ്പോൾ 8 പ്ലസ് x³ 3 ലിമിറ്റ് 2 to 3. അപ്പം എന്താണ് ആൻസർ വരുന്നത് നോക്കുക. അത് ഫൈനൽ ആൻസർ നിങ്ങൾക്ക് നോക്കിയിട്ട് എഴുതാവുന്നേ ഉള്ളൂ. ഓക്കെ, അത് കംപ്ലീറ്റ് ചെയ്യാം.
ഓക്കെ, നോട്ട്ബുക്കിൽ ഫൈനൽ ആൻസർ കണ്ടിരിക്കണം നോട്ട്ബുക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. ട്രിപ്പിൾ ഇൻ്റഗ്രൽ വിത്ത് ലിമിറ്റ്സ് ആർ പ്രോപ്പർലി ഗിവൺ. ലിമിറ്റ്സ് ക്ലിയർ ആയിട്ട് തന്നാൽ നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി ലിമിറ്റ്സ് തരുന്നതിന് പകരം, എക്സാക്ട്ലി ലിമിറ്റ്സ് ഐറ്ററേറ്റഡ് ഫോമിൽ തരുന്നതിന് പകരം, ഇഫ് ദ ലിമിറ്റ്സ് ആർ സ്പെസിഫൈഡ് ബൈ ബൗണ്ടറീസ്. ഇപ്പം നമുക്ക് ജി എന്നുള്ള സോളിഡിനെ കുറിച്ചൊരു ഡിസ്ക്രിപ്ഷൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണം എന്നുള്ളതാണ്, മോർ ജനറൽ ആയിട്ടുള്ള സോളിഡിൽ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇനി നോക്കാനുള്ളത്. അപ്പോൾ അതിന് ഒരു പ്രോബ്ലം വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ എഴുതാം. ഓക്കെ, let G be the wedge in the first octant. G be the, ഒരു ക്വസ്റ്റ്യൻ എഴുതൂട്ടോ എല്ലാവരും. വെഡ്ജ് ഇൻ ദ ഫസ്റ്റ് ഒക്ടൻറ്റ്. ഇത് നോട്ടിൽ എഴുതുകയും വേണം. നിങ്ങൾ ജസ്റ്റ് കേട്ട് അല്ലെങ്കിൽ വീഡിയോ കണ്ടിരുന്നാൽ മതിയാവില്ല. നോട്ടിൽ എഴുതിയിട്ട് നോട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. ഇൻ ദ ഫസ്റ്റ് ഒക്ടൻറ്റ് that cut from the cylindrical solid x square plus y square less than y square plus z square less than or equal to 1 by the planes y equal to x and x equal to 0. Okay, then evaluate triple integral over g z dv. ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ജി സെഡ് ഡി വി. നമ്മൾ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എ എന്ന് എഴുതുന്നത് പോലെ ട്രിപ്പിൾ ഇൻ്റഗ്രലിൻ്റെ ജനറലായിട്ട് നമ്മൾ എഴുതുന്നത് ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ജി എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡി വി എന്നുള്ള ഫോമാറ്റിലാണ്. ഓക്കെ, സോ കമ്പയറിങ് വിത്ത് ദാറ്റ് വി വാണ്ട് ടു ഇവാലുവേറ്റ് ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ജി എഫ് ഓഫ് എക്സ് വൈ സെഡിൻ്റെ സ്ഥാനത്ത് ഇവിടെ ഉള്ളത് ജസ്റ്റ് സെഡ് മാത്രമാണ്, ഡി വി ഇതാണ് വാലുവേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രോബ്ലം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ജി എന്നുള്ളതിൻ്റെ ലിമിറ്റ്സ് തന്നിട്ടുള്ളത് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നുള്ളൊരു സോളിഡ് ഉണ്ട്, വൈ ഈക്വൽ ടു എക്സ് എന്നുള്ളൊരു സോളിഡ് ഉണ്ട്, എക്സ് ഈക്വൽ ടു 0 എന്നുള്ളൊരു സോളിഡ് ഉണ്ട്. ഇത് മൂന്നുമാണ് സോളിഡ്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഒക്ടൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഒക്ടൻ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഒക്ടൻ്റ് ആണെങ്കിൽ അതിന് ബൗണ്ടറീസ് വരിക. ഫസ്റ്റ് ഒക്ടൻ്റ് എന്ന് വെച്ചാൽ എന്താണ്, എക്സ് വൈ പ്ലെയിന് എല്ലാ പ്ലെയിൻസിനും 3 പ്ലെയിനുകളുണ്ടല്ലോ. എക്സ് വൈ പ്ലെയിനാണിത്, എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, ഇത് സെഡ് ആക്സിസ് ആണെങ്കിൽ ഇത് എക്സ് വൈ പ്ലെയിനാണ്, ഇത് വൈ സെഡ് പ്ലെയിനാണ്, ഇത് എക്സ് സെഡ് പ്ലെയിനാണ്. ഈ 3 പ്ലെയിനുകളും ഒരു ബൗണ്ടറി ആയിട്ട് വരും ഫസ്റ്റ് ഒക്ടൻ്റിൽ എന്ന് വെച്ചാൽ. ഈ 3 പ്ലെയിനുകളും ഓരോ ബൗണ്ടറീസാണ്. പിന്നെ അത് കൂടാതെയുള്ള ബൗണ്ടറീസാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആൻഡ് വൈ ഈക്വൽ ടു എക്സ് എന്നുള്ളൊരു പ്ലെയിൻ ഒരു ബൗണ്ടറിയാണ്, എക്സ് ഈക്വൽ ടു 0 ഒരു ബൗണ്ടറിയാണ്. എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ എ പ്ലെയിൻ. എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഏത് പ്ലെയിനാണ്, വൈ സെഡ് പ്ലെയിനാണ്. അതൊന്നും കൂടെ സ്പെസിഫിക്കലി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം ഈ സോളിഡ്സ് ബൗണ്ടറി ആയിട്ട് വരുന്ന ഈ ഇക്വേഷൻസ് ബൗണ്ടറി ആയിട്ട് വരുന്ന ഒരു സോളിഡാണ് നമ്മുടെ ജി. അപ്പോൾ ജിയെ കുറിച്ച് വ്യക്തമായിട്ട് നമുക്കറിയില്ലെങ്കിൽ പോലും ജിയിൽ നിന്ന് നമുക്ക് സെഡ് ലിമിറ്റ്സ് കണ്ടെത്താം. സെഡിൻ്റെ ലിമിറ്റ്സ്, സെഡ് എന്നുള്ള ടേംസ് വരുന്നത് എവിടേക്കാണ്? അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ മാത്രമേ നമുക്ക് സെഡ് കാണാൻ കഴിയുന്നുള്ളൂ. എന്നാൽ നമുക്കറിയാം എക്സ് വൈ പ്ലെയിനിൻ്റെ ഇക്വേഷൻ ബേസിക്കലി എന്താണ്, എക്സ് വൈ പ്ലെയിനും ഇവിടെ ഒരു ബൗണ്ടറിയാണ്. ഫസ്റ്റ് ഒക്ടൻ്റ് എന്ന് പറഞ്ഞതുകൊണ്ട്
ഫസ്റ്റ് ഒക്റ്റൻ്റെ എന്ന് പറഞ്ഞതുകൊണ്ട് എക്സ് വൈ പ്ലെയിൻ ഈസ് ഓൾസോ എ ബൗണ്ടറി. ഈ 3 പ്ലെയിനുകളും ബൗണ്ടറിയാണ്. അതുകൊണ്ട് z ഈക്വൽ ടു 0 എന്നുള്ളത് ഒരു ബൗണ്ടറിയാണ്. ഓക്കെ, എക്സ് വൈ പ്ലെയിനിൻ്റെ ഇക്വേഷനാണ് z ഈക്വൽ ടു 0. അപ്പോൾ നമുക്കിവിടെ സെഡിൻ്റെ ടേംസ് വരുന്നത് രണ്ടെണ്ണേ ഉള്ളൂ. ഒന്ന് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നുള്ളതിൽ, അതായത് അത് ബൗണ്ടറി ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ള ബൗണ്ടറിയാണ് വരുന്നത്. അപ്പം സെഡിൻ്റെ ലിമിറ്റ്സ് ആയിട്ട് 2 വാല്യൂസാണ് വരുന്നത്. z ഈക്വൽ ടു 0 എന്നുള്ളത് എക്സ് വൈ പ്ലെയിൻ എന്നുള്ള ബൗണ്ടറിയിൽ നിന്ന് കിട്ടും. ഇവിടെ z ഈക്വൽ ടു എന്ത് കിട്ടും? z ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് വൈ സ്ക്വയർ. സെഡ് സ്ക്വയർ ഈക്വൽ ടു 1 മൈനസ് വൈ സ്ക്വയർ എന്നും അതിൽ നിന്ന് z ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 1 മൈനസ് വൈ സ്ക്വയർ കിട്ടും. പക്ഷേ നമുക്ക് ഒരു പോർഷൻ മാത്രമേ എടുക്കേണ്ടി വരുള്ളൂ. കാരണം എക്സ് വൈ പ്ലെയിനിൻ്റെ മുകളിലുള്ള പോർഷനാണ്. z പോസിറ്റീവ് ആയിരിക്കും ഫസ്റ്റ് ഒക്റ്റൻറ്റിൽ. ഫസ്റ്റ് ഒക്റ്റൻ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് z പോസിറ്റീവാണ്. അതുകൊണ്ടാണ് ഞാൻ പ്ലസ് എടുക്കുന്നത്. സോ സെഡിന് 2 ലിമിറ്റ്സ് കണ്ടെത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. തന്നിട്ടുള്ള സോളിഡിൻ്റെ ലിമിറ്റ്സ് കണ്ടെത്തുക, ബൗണ്ടറീസ് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് സെഡിൻ്റെ ലിമിറ്റ്സ് കണ്ടെത്തുക. z വേരീസ് ഫ്രം 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു z ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് വൈ സ്ക്വയർ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് നമുക്ക് ഡബിൾ ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ് പോലെ തന്നെയാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള ഈ സോളിഡിൻ്റെ പ്രൊജക്ഷൻ ഓൺ ടു എക്സ് വൈ പ്ലെയിന് നമുക്ക് ഡ്രോ ചെയ്യണം. സെഡിൻ്റെ ലിമിറ്റ്സ് ആദ്യം മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ഈ റീജിയൺ, ഇനി ഈ സോളിഡ് 3Dയിൽ വരയ്ക്കേണ്ടതില്ല, 2Dയിൽ നമ്മളിത് വരയ്ക്കണം. എങ്ങനെയാണ് വരയ്ക്കുക? തന്നിട്ടുള്ള ഇക്വേഷൻസ് എല്ലാം വരയ്ക്കണം. എക്സ് വൈ ഫസ്റ്റ് ഒക്റ്റൻ്റ് ആയതുകൊണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ റീജിയൻ, പ്രൊജക്ഷൻ ആയിട്ടുള്ള റീജിയൻ വരുന്നത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലായിരിക്കും. ഫസ്റ്റ് ഒക്റ്റൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലുള്ള റീജിയൻ നമുക്ക് വരയ്ക്കണം. അത് മുമ്പ് നമ്മൾ ചെയ്തിരുന്നത് പോലെ എങ്ങനെയാണ് വരയ്ക്കുക? z കാണുന്നിടത്തെല്ലാം 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് തന്നിട്ടുള്ള ഇക്വേഷൻസ് എല്ലാം വരയ്ക്കുക. അപ്പോൾ വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നുള്ളത് തന്നിട്ടുണ്ട്. അതിൻ്റെ ഇക്വേഷനായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് വരും. അതിൽ z ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ വരിക? വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് വരും. അപ്പോൾ y ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 എന്ന് വരും. അപ്പോൾ y ഈക്വൽ ടു 1 എന്നുള്ളൊരു ലൈന് വരയ്ക്കുക. തന്നിട്ടുള്ള എല്ലാ ഇക്വേഷൻസും നമ്മൾ വരയ്ക്കണം. z കാണുന്നിടത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്ത്? 0. y ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. സോ y ഈക്വൽ ടു മൈനസ് 1ഉം y ഈക്വൽ ടു പ്ലസ് 1ഉം വരയ്ക്കുക. എന്നിട്ട് പിന്നീടുള്ളത് y ഈക്വൽ ടു എക്സ്. y ഈക്വൽ ടു എക്സ് എന്തായിരിക്കും? ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് y ആക്സിസ് ആണ്. y ഈക്വൽ ടു എക്സ് ഒരു ലൈന് വരും അല്ലേ? അങ്ങനെ ഒരു ലൈന് വരും. ആ ഒരു ലൈന് കൺസിഡർ ചെയ്യുക. y ഈക്വൽ ടു എക്സ്. പിന്നെ ഉള്ളത് എക്സ് ഈക്വൽ ടു 0. എക്സ് ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ എന്താണ്? y ആക്സിസ് ആണ്. അപ്പോൾ ആ ലൈനും കൺസിഡർ ചെയ്യുക. ഈ ലൈൻസിൻ്റെ എല്ലാം ഇടയിൽ തന്നിട്ടുള്ള, ഇപ്പം നമ്മൾ വരച്ചിട്ടുള്ള ലൈൻസിൻ്റെ ഇടയിൽ വരുന്നൊരു റീജിയൻ ഉണ്ട്. അതായിരിക്കും ഈ ജി എന്ന സോളിഡിൻ്റെ പ്രൊജക്ഷൻ. ദിസ് ഈസ് പ്രൊജക്ഷൻ ഓഫ് ജി ഓൺ ടു എക്സ് വൈ പ്ലെയിൻ. അതിൽ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് വരയ്ക്കേണ്ടത്, എന്ത് കൺസിഡർ ചെയ്യേണ്ടത്. ഇനി ബാക്കിയുള്ള ലിമിറ്റ്സ് നമുക്ക് ഇനി വേണ്ടത് എക്സിൻ്റെയും വൈയുടെയും ലിമിറ്റ്സ് വേണം. ഓക്കെ, ഈ 2 ലിമിറ്റ്സും ഇതിൽ നോക്കിയിട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ട്രയാങ്കുലർ റീജിയൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് ലിമിറ്റ് എങ്ങനെ കിട്ടും? ഈ പോയിൻ്റ് ഏതാണ്? എക്സ് ഈക്വൽ ടു വൈയും വൈ ഈക്വൽ ടു 1ഉം ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് 1, 1 എന്നുള്ള പോയിൻ്റ് ആയിരിക്കും. അപ്പോൾ ലിമിറ്റ്സ് എങ്ങനെ കണ്ടെത്താം? ഇത് ടൈപ്പ് 1 ആയിട്ട് കൊടുക്കാം, ടൈപ്പ് 2 ആയിട്ട് കൊടുക്കാം. ടൈപ്പ് 1 ആണെങ്കിൽ എക്സിന് കോൺസ്റ്റൻറ്റ് ലിമിറ്റ്സ് കൊടുക്കണം. ടൈപ്പ് 2 ആണെങ്കിൽ വൈക്ക് കോൺസ്റ്റൻറ്റ് ലിമിറ്റ് കൊടുക്കണം. നമുക്ക് ടൈപ്പ് 2 ആയിട്ട് എടുക്കുകയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ വൈ എന്ന് പറയുന്നത് ഹൈറ്റ് വേരീസ് ഫ്രം 0 ടു 1. ഇനി എക്സ് ലിമിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇങ്ങനെ ഒരു എക്സ് ഡയറക്ഷനിലൊരു റേ വരച്ച് കഴിഞ്ഞാൽ അത് ഈ റീജിയനിലേക്ക് എൻ്റർ ചെയ്യുന്നത് എക്സ് ഈക്വൽ ടു 0യിലൂടെയാണ്. അപ്പോൾ ലോവർ ലിമിറ്റ് 0. ഈ റീജിയൻ, ഷെയ്ഡഡ് റീജിയനിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് ഈ ഒരു ലൈനിലൂടെയാണ്. ആ ഒരു ലൈൻ എന്താണ്? വൈ ഈക്വൽ ടു എക്സ് ആണ്, ഓർ എക്സ് ഈക്വൽ ടു വൈ ആണ്. സോ എക്സിൻ്റെയും വൈയുടെയും സെഡിൻ്റെയും ലിമിറ്റ്സ് കിട്ടി. ഇനി ഇൻ്റഗ്രേഷൻ നമുക്ക് ഐട്രേറ്റഡ് ഫോമിൽ എങ്ങനെ എഴുതാം? ആദ്യം കോൺസ്റ്റൻറ്റ് ലിമിറ്റ് വരുന്നത് എഴുതാം. കോൺസ്റ്റൻറ്റ് ലിമിറ്റ് വൈ ആയതുകൊണ്ട് ഇൻ്റഗ്രൽ 0 ടു 1. പിന്നെ എക്സിൻ്റെ ലിമിറ്റ് എഴുതാം 0 ടു വൈ.
പിന്നെ സെഡിൻ്റെ ലിമിറ്റ് എഴുതുക 0 ടു √1 മൈനസ് വൈ സ്ക്വയർ. നമ്മളെപ്പോഴും ആദ്യം ഇൻറ്റഗ്രേറ്റ് ചെയ്യുക സെഡിലായിരിക്കും. അതായത് ഇൻറ്റഗ്രേഷൻ ചെയ്ത് തുടങ്ങുമ്പോൾ ആദ്യം ഇൻറ്റഗ്രേറ്റ് ചെയ്യുക സെഡിലായിരിക്കും. ഈ സെഡിനെയാണ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. തന്നിട്ടുള്ള ഫംഗ്ഷൻ സെഡ് ആയതുകൊണ്ട് സെഡിനെയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഡി വി എന്നുള്ളതിന് പകരം എന്ത് എഴുതണം? ആദ്യം ഈ ലിമിറ്റ് ഫസ്റ്റ് ഇന്നർ ലിമിറ്റ് ഡി സെഡ് ആണ്, പിന്നെ ഡി എക്സ് ആണ്, പിന്നെ ഡി വൈ ആണ്. ഓക്കെ, നമുക്കറിയാം ഇത് വൈയുടെ ലിമിറ്റാണ് ഏറ്റവും ഔട്ട്സൈഡ്, സെഡിൻ്റെ ലിമിറ്റാണ് ഏറ്റവും ഇൻസൈഡ്. ആ ഒരു ഓർഡറിൽ തന്നെ നമ്മൾ എഴുതണം. ഓക്കെ, ഇനി ഇവാലുവേറ്റ് ചെയ്യാം. 0 to 1, 0 to y എന്താ വരുന്നത്? പിന്നെ സെഡിൻ്റെ ഇൻറ്റഗ്രൽ വിത്ത് റെസ്പെക്റ്റ് ഏത് വേരിയബിളാണ് ചെയ്യേണ്ടത്? സെഡിൽ തന്നെയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. സോ z²/2 ലിമിറ്റ്സ് 0 to √1 മൈനസ് വൈ സ്ക്വയർ dx dy ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to 1 ഇൻറ്റഗ്രൽ 0 to y z²/2. z²/2ൽ z ഈക്വൽ ടു √1 മൈനസ് വൈ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 മൈനസ് വൈ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ 2 വരും. മൈനസ് ലോവർ ലിമിറ്റ് 0 ആണ്, dx dy. ഓക്കെ, ഇൻറ്റഗ്രൽ 0 to 1. ഇനി 1/2 ആണെങ്കിൽ നമുക്ക് പുറത്തെടുക്കാം. 1/2 ഇൻറ്റു ആ ഒരു ഹോൾ ഡിവൈഡഡ് ബൈ 2ലെ 1/2 പുറത്തെടുക്കാം. ഇൻറ്റഗ്രൽ 0 to 1. ഇനി വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഏതിനെ? 1 മൈനസ് വൈ സ്ക്വയറിനെ. സോ 1 മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു എക്സ് വേരീസ് ഫ്രം കോൺസ്റ്റൻ്റ് ആണല്ലോ 1 മൈനസ് വൈ സ്ക്വയർ. എക്സ് വേരീസ് ഫ്രം 0 to y dy which is equal to 1/2 into integral 0 to 1 മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു എന്താണ് എക്സിൻ്റെ ലിമിറ്റ്സ് y മൈനസ് 0 dy. സോ ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത് വിത്ത് റെസ്പെക്ട് ടു വൈയിലാണ്. 1 മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു വൈ ഓർ ഇൻറ്റഗ്രൽ 0 to 1 y മൈനസ് y ക്യൂബ് dy ഈക്വൽ ടു y²/2 y raised to 4/4 0 to 1 ഈക്വൽ ടു 1/2 മൈനസ് 1/4 ഈക്വൽ ടു 1/2 എന്ന ആൻസർ കിട്ടും. ഓൾറെഡി നമ്മളൊരു 1/2 പുറത്തെടുത്തിരുന്നു അല്ലേ? സോറി, 1/2 1 മൈനസ് 1/4 1/2 അല്ല ആൻസർ. ആദ്യം ഇവിടെ ഒരു 1/2 ഉണ്ട്. 1/2 ഇൻറ്റു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? ഫൈനൽ വാല്യൂ എന്താ വരുന്നത്? 1/2 ഇൻറ്റു 2/4 മൈനസ് 1/4 എത്രയാണ്? 1/2 എന്ന് വെച്ചാൽ 2/4 ആണ്. സോ വിച്ച് ഇസ് 1/8 എന്ന ആൻസർ വരും. റൈറ്റ്, 1/8 എന്ന് ഫൈനൽ ആൻസർ കിട്ടും. സോ നമ്മൾ ജി എന്നുള്ള ഒരു സോളിഡിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് തന്നതെങ്കിൽ ഫസ്റ്റ് ഫൈൻഡ് സെഡ് ലിമിറ്റ്സ്, ദെൻ എന്ത് ചെയ്യണം? ഡ്രോ ദ റീജിയൻ, ഡ്രോ ദ പ്രൊജക്ഷൻ, എന്നിട്ട് അത് നോക്കിയിട്ട് ഫൈൻഡ് എക്സ് ആൻഡ് വൈ ലിമിറ്റ്സ്. അപ്പോൾ അവിടെ നമുക്ക് ടൈപ്പ് 1 ഓർ ടൈപ്പ് 2 ആയിട്ട് എടുക്കാം. എക്സ് ആൻഡ് വൈ ലിമിറ്റ് ഏതാണ് നല്ലതെന്ന് നോക്കിയിട്ട് ടൈപ്പ് 1 ഓർ ടൈപ്പ് 2 ആയിട്ട് സ്യൂട്ടബിൾ ആയിട്ട് എടുക്കാം. ടൈപ്പ് 1 എന്ന് വെച്ചാൽ എക്സിന് കോൺസ്റ്റൻറ്റ് ലിമിറ്റ് കൊടുത്തിട്ട് വൈക്ക് വേരിയബിൾ ആയിട്ടുള്ള ലിമിറ്റ് വരാം. ടൈപ്പ് 2 ആണെങ്കിൽ വൈയുടെ ലിമിറ്റ് കോൺസ്റ്റൻറ്റും എക്സിന് വേരിയബിൾ ആയിട്ടുള്ള ലിമിറ്റും വരുന്ന രീതിയിലും ചെയ്യാം. അത് ഡിപ്പെൻഡിങ് ഓൺ ദ ക്വസ്റ്റ്യൻ നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരു ക്വസ്റ്റ്യനോടെ ചെയ്ത് നോക്കാം. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ചെയ്തത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്തവർ ഒന്നുകൂടെ ശ്രദ്ധിക്കുക എങ്ങനെയാണെന്നുള്ളത്. ഒരു ക്വസ്റ്റ്യൻ evaluate triple integral over g x y z dv where g is the solid in first octant
in first octant that is bounded by the parabolic cylinder z equal to 3 minus x square 3 minus x square and the planes z equal to 0, y equal to x and y equal to 0. സോ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ ജിയെ കുറിച്ച് എന്താ പറഞ്ഞിട്ടുള്ളത്? ജി ഈസ് എ സോളിഡ് ഇൻ ദ ഫസ്റ്റ് ഒക്ടൻറ്റ് ബൗണ്ടഡ് ബൈ ദ സിലിണ്ടർ z ഈക്വൽ ടു 3 മൈനസ് എക്സ് സ്ക്വയർ ആൻഡ് ദ പ്ലെയിൻസ് z ഈക്വൽ ടു 0, y ഈക്വൽ ടു എക്സ് ആൻഡ് y ഈക്വൽ ടു 0. സോളിഡിൽ നിന്ന് നമ്മൾ ആദ്യം നോക്കുന്നത് എന്തിനാണ്? z ലിമിറ്റ് കണ്ടുപിടിക്കാൻ. z ലിമിറ്റ് എന്താണ്? z ലിമിറ്റ് ഇവിടെ z ഈക്വൽ ടു വരുന്ന എന്തൊക്കെയുള്ളൂ? രണ്ട് ഇക്വേഷനേ ഉള്ളൂ. z ഈക്വൽ ടു 0യും z ഈക്വൽ ടു 3 മൈനസ് എക്സ് സ്ക്വയറും. അപ്പോൾ സെഡിൻ്റെ ലിമിറ്റ് എന്താ വരിക? വിൽ ബി 0 ടു 3 മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? വി വാണ്ട് ടു ഡ്രോ എ റഫ് ഫിഗർ ഓഫ് ദാറ്റ് പ്രൊജക്ഷൻ, ആ സോളിഡിൻ്റെ പ്രൊജക്ഷൻ ഇൻ ടു എക്സ് വൈ പ്ലെയിൻ. എക്സ് ആക്സിസ് വൈ ആക്സിസ് ഉണ്ട്. എന്തൊക്കെയാണ് ഡ്രോ ചെയ്യേണ്ടത്? തന്നിട്ടുള്ള ഇക്വേഷൻ, ഈ ബൗണ്ടറീസ് ആയിട്ട് തന്നിട്ടുള്ള ഇക്വേഷൻസ് എല്ലാം ഡ്രോ ചെയ്യണം. അതിൽ z വരുന്നിടത്ത് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ 0 ഈക്വൽ ടു 3 മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ എക്സ് സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും? എക്സ് സ്ക്വയർ ഈക്വൽ ടു 3 എന്ന് വരും. അപ്പോൾ എക്സ് ഈക്വൽ ടു എന്ത് വരും? എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് √3. അപ്പോൾ എക്സ് ഈക്വൽ ടു √3 എന്നുള്ളൊരു ലൈനും എക്സ് ഈക്വൽ ടു മൈനസ് √3 എന്നുള്ളൊരു ലൈനും എക്സ് ഈക്വൽ ടു മൈനസ് √3 അങ്ങനെയാണ് അത് വരയ്ക്കുന്നത്. പിന്നെ z ഈക്വൽ ടു 0യിൽ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 ഈക്വൽ ടു 0 എന്നാവും. അപ്പോൾ അത് ഒരു ഇക്വേഷനായിട്ട് വരുന്നില്ല, അത് ക്യാൻസലായി പോകും. പിന്നെ നമ്മൾ വരയ്ക്കേണ്ടത് y ഈക്വൽ ടു എക്സ്. y ഈക്വൽ ടു എക്സിൽ z ഒന്നുമില്ല, അപ്പോൾ ഡയറക്റ്റായിട്ട് വരച്ചാൽ മതി. z സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനൊന്നുമില്ല. y ഈക്വൽ ടു എക്സ് എന്നുള്ള ഒരു ലൈൻ വരയ്ക്കുക. പിന്നെ ഉള്ളതോ y ഈക്വൽ ടു 0 എന്നുള്ള ലൈൻ. y ഈക്വൽ ടു 0 ഏതാണ്? എക്സ് ആക്സിസ്. y ഈക്വൽ ടു 0 നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഒക്ടൻ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് കറസ്പോണ്ടിങ് റീജിയൻ വരിക ഫസ്റ്റ് ക്വാഡ്രൻറ്റിലായിരിക്കും. ഈ ബൗണ്ടറീസ് എല്ലാം വരുന്നത് y ഈക്വൽ ടു 0യും y ഈക്വൽ ടു എക്സും പിന്നെ x ഈക്വൽ ടു √3 ഓർ മൈനസ് √3 ഇതൊക്കെ ബൗണ്ടറീസ് ആയിട്ട് വരുന്ന ഫസ്റ്റ് ഒക്ടൻറ്റിലെ റീജിയൻ, ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ റീജിയൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്ലിയർ ദിസ് ട്രയാങ്കിൾ അല്ലേ. അങ്ങനെ ആ റീജിയൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എക്സിൻ്റെ വൈയുടെ ലിമിറ്റ് കൂടെ എഴുതാം. അപ്പോൾ നമ്മൾ എക്സിൻ്റെ ലിമിറ്റ് എഴുതുകയാണ്. ഈ പോയിൻ്റ് ഏതാ വരിക? എക്സ് ഈക്വൽ ടു √3 ആണ്. y ഈക്വൽ ടു എക്സും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് √3 വരും. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ ലിമിറ്റ് ഞാൻ ടൈപ്പ് 1 ആയിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ട് രീതിയിലും ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ടൈപ്പ് 1 ആയിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എക്സിന് കോൺസ്റ്റൻറ്റ് ലിമിറ്റ്സ് കൊടുക്കണം. അപ്പോൾ എക്സിൻ്റെ ലിമിറ്റ്സ് 0 ടു √3. വൈയുടെ ലിമിറ്റ്സ് എന്താ വരിക? വൈ എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിലാണ്? ഹൈറ്റ് ഇങ്ങനെയുള്ള ഈ ഡയറക്ഷനിലാണ്. അപ്പോൾ ഈ ഷെയ്ഡഡ് ആയിട്ടുള്ള റീജിയനിലേക്ക് എൻ്റർ ചെയ്യുന്നത് ഇതാണ് ലോവർ ബൗണ്ടറി, y ഈക്വൽ ടു 0. അപ്പർ ബൗണ്ടറി വരുന്നത് ഈ ലൈനാണ്. ആ ലൈൻ ഏതാണ്? y ഈക്വൽ ടു എക്സ്. സോ ലിമിറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവാലുവേറ്റ് ചെയ്യാം ഇൻ്റഗ്രൽ. സോ ഇൻ്റഗ്രൽ എക്സ് ഏറ്റവും കോൺസ്റ്റൻറ്റ് ലിമിറ്റ് വരുന്നത് ആദ്യം എഴുതുക. കോൺസ്റ്റൻറ്റ് ലിമിറ്റ് എക്സിൻ്റെ ലിമിറ്റാണ് 0 ടു √3. വൈയുടെ ലിമിറ്റ് എഴുതുക. പിന്നീട് 0 ടു എക്സ്. ഏറ്റവും ആദ്യം ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത് സെഡിലാണ്. 0 ടു 3 മൈനസ് എക്സ് സ്ക്വയർ. എക്സ് വൈ സെഡിനെയല്ല ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എക്സ് വൈ സെഡ് ആണ്. സോ എക്സ് വൈ സെഡ് ഡി സെഡ് ഡി വൈ ഡി എക്സ് ഈ രീതിയിൽ എഴുതിയിട്ട് ഇവാലുവേറ്റ് ചെയ്യാം. 0 ടു √3, 0 ടു എക്സ്. എക്സ് വൈ സെഡിനെ സെഡിൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എക്സ് വൈ ഈസ് എ കോൺസ്റ്റൻറ്റ്, z² ബൈ 2, z ഈക്വൽ ടു 0 ടു
3 മൈനസ് എക്സ് സ്ക്വയർ ഡി വൈ ഡി എക്സ് ഈക്വൽ ടു 0 ടു √3 എന്താണ് വരുന്നത്, ലിമിറ്റ് കൊടുക്കണം. അപ്പോൾ 0 ടു എക്സ് എക്സ് വൈ ഇൻറ്റു 3 മൈനസ് എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ബൈ 2 ഹോൾ ഡിവൈഡ് ബൈ 2. ലോവർ ലിമിറ്റ് 0 എന്ന് കൊടുത്താൽ ഹോൾ ടേം 0 ആയിട്ട് പോകും. ഓക്കെ, ഡി വൈ ഡി എക്സ്. ഇനി ഈ ഡബിൾ ഇൻ്റഗ്രലാണ്, അത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് ഡബിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്നതെല്ലാം. അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇതിൻ്റെയും ആൻസർ കംപ്ലീറ്റ് ചെയ്ത് കാണിക്കണം. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ലിമിറ്റ് കണ്ടുപിടിക്കുക എന്നുള്ള പ്രോസസ്സാണ്. ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. സെഡ് എന്നുള്ള രീതിയിൽ തന്നിട്ടുള്ള ഇക്വേഷൻസ് ഏതൊക്കെയാണോ അതിൽ നിന്ന് സെഡ് ലിമിറ്റ്സ് കണ്ടുപിടിക്കുക. ഒരു ഇക്വേഷൻ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ, സെഡിൻ്റെ ഒരു ഇക്വേഷൻ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് ഒരു ലിമിറ്റ് ആയിരിക്കും. പിന്നെ ഈ ഫസ്റ്റ് ഒക്ടൻ്റ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സെഡ് ഈക്വൽ ടു 0 മറ്റൊരു ലിമിറ്റ് ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ഫസ്റ്റ് ഒക്ടൻ്റ് എന്ന് വെച്ചാൽ എക്സ് വൈ പ്ലെയിന് ഒരു ലിമിറ്റായിട്ട് വരും. എക്സ് വൈ പ്ലെയിൻ എന്ന് പറയുന്ന ഒരു ബൗണ്ടറി ആയിട്ട് വരും. എക്സ് വൈ പ്ലെയിനിൻ്റെ ഇക്വേഷനാണ് സെഡ് ഈക്വൽ ടു 0. അപ്പോൾ ഫസ്റ്റ് ഒക്ടൻ്റ് എന്നുള്ളൊരു ടേം ഉണ്ടെന്നുണ്ടെങ്കിൽ സെഡിൻ്റെ മറ്റു ഇക്വേഷൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ സെഡ് ഈക്വൽ ടു 3 മൈനസ് എക്സ് സ്ക്വയറും സെഡ് ഈക്വൽ ടു വൈ ഉണ്ടെങ്കിൽ അത് രണ്ടുമായിരിക്കും ലിമിറ്റ്സ് വരിക. ഈ സെഡിൻ്റെ ഒരു ഇക്വേഷൻ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒക്ടൻ്റ് എന്നുള്ള ടേം കണ്ടു കഴിഞ്ഞാൽ സെഡ് ഈക്വൽ ടു 0 നമുക്ക് മറ്റൊരു ബൗണ്ടറി ആയിട്ട് എടുക്കാം. ഓക്കെ, അങ്ങനെ സെഡിൻ്റെ ലിമിറ്റ്സ് കണ്ടുപിടിച്ച ശേഷം പിന്നെ നമ്മൾ ആ ഫിഗർ ഡ്രോ ചെയ്യണം. അതിൽ നിന്ന് വേണം ടൈപ്പ് 1 ആണോ ടൈപ്പ് 2 ആണോ എന്ന് മനസ്സിലാക്കിയ ശേഷം എക്സിൻ്റെയും വൈയുടെയും ലിമിറ്റ്സ് കണ്ടുപിടിക്കുക. അത് നമ്മൾ ഡബിൾ ഇൻ്റഗ്രലിൽ ചെയ്യുന്ന അതേ പ്രൊസീജിയറാണ്. അപ്പോൾ ഡബിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്നത് പഠിച്ചാലേ ഇതിനും ക്ലാരിറ്റി കിട്ടുള്ളൂ. ഓക്കെ, ഇനി ഇതുപയോഗിച്ച് നമുക്ക് വോളിയം കണ്ടുപിടിക്കാം. ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഉപയോഗിച്ച് വോളിയം കണ്ടുപിടിക്കാം. എങ്ങനെയാണത്? ഡബിൾ ഇൻ്റഗ്രൽ ഉപയോഗിച്ച് ഏരിയ കണ്ടുപിടിച്ചിരുന്നത് പോലെ തന്നെയാണ് ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഉപയോഗിച്ച് വോളിയം കണ്ടുപിടിക്കാൻ. വോളിയം ഓഫ് എ സോളിഡ് വി ഈക്വൽ ടു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ജി 1 dv. വോളിയം ഓഫ് ദ സോളിഡ് ജി. ജി എന്ന സോളിഡ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ഓവർ ജി ആണ്. എന്തിനാണിത്? ജിയുടെ വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ജി കണ്ടുപിടിക്കുക. ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ജി 1 dv എന്ന് ചെയ്താൽ വിൽ ഗെറ്റ് വോളിയം ഓഫ് ദാറ്റ് സോളിഡ് ജി. അപ്പോൾ അതുപയോഗിച്ചൊരു പ്രോബ്ലം ചെയ്യാം, വോളിയം കണ്ടുപിടിക്കുന്നൊരു പ്രോബ്ലം. യൂസ് ട്രിപ്പിൾ ഇൻ്റഗ്രൽ to evaluate the volume of the solid within the cylinder x square plus y square equal to 9 and between the planes z equal to 1 and x plus z equal to 5. അപ്പം ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ which is the solid is within the cylinder x square plus y square equal to 9 and other boundaries are between the planes z equal to 1 and z equal to x plus z equal to 5. അപ്പോൾ എങ്ങനെയായിരിക്കും അത് കണ്ടുപിടിക്കുന്നുണ്ടാവുക? വോളിയം ഈക്വൽ ടു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ജി 1 dv. ഇതാണ് ഫോർമുല. അപ്പോൾ ഇതിൽ ഈ ഒരു ഫോർമുല യൂസ് ചെയ്ത് ചെയ്യാനായിട്ട് ആദ്യം ജിയുടെ ലിമിറ്റ്സ് കണ്ടെത്തണം. ഐട്രേറ്റഡ് ഫോമിൽ ആദ്യം സെഡ് ലിമിറ്റ്സ് കണ്ടെത്തണം. സെഡിൻ്റെ ലിമിറ്റ്സ് എന്തൊക്കെയാണ് വരിക? സെഡ് വരുന്ന രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. സെഡ് ഈക്വൽ ടു 1 ഉണ്ട്, സെഡ് ഈക്വൽ ടു 5 മൈനസ് എക്സും ഉണ്ട്. ഓക്കെ, സെഡ് ഈക്വൽ ടു 1ഉം സെഡ് ഈക്വൽ ടു 5 മൈനസ് എക്സും. അപ്പോൾ സെഡിൻ്റെ ലിമിറ്റ്സ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 മൈനസ് എക്സ്. അങ്ങനെ സെഡിൻ്റെ ലിമിറ്റ്സ് കിട്ടിക്കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യും? ബാക്കിയുള്ള ഇക്വേഷൻസ് എല്ലാം ഡ്രോ ചെയ്യുക. അപ്പോൾ ഏതൊക്കെയാണ് ഇക്വേഷൻ ഉള്ളത്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 9. അത്
3Dയിലാവുമ്പോൾ അതൊരു സിലിണ്ടർ ആണെങ്കിലും 2Dയിലേക്ക് വരുമ്പോൾ അതൊരു സർക്കിളാണ്, റേഡിയസ് 3 ആയിട്ടുള്ളത്. പിന്നെ എക്സ് പ്ലസ് സെഡ് ഈക്വൽ ടു 5 ഉണ്ട്. എക്സ് പ്ലസ് സെഡ് ഈക്വൽ ടു 5 ഇപ്പോൾ സെഡ് ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം നമ്മൾ ഡ്രോ ചെയ്യുമ്പോൾ. 0 ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഒരു ഇക്വേഷനാണ് കിട്ടുക, അത് ഡ്രോ ചെയ്യേണ്ട ആവശ്യമില്ല. എക്സ് പ്ലസ് സെഡ് ഈക്വൽ ടു 5 സെഡ് ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് ഈക്വൽ ടു 5 എന്നുള്ളൊരു ലൈൻ വരും. എന്നാൽ ഇവിടെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു റീജിയൻ എന്ത് മാത്രമേ ഉള്ളൂ? ക്ലോസ്ഡ് ആയിട്ടുള്ള റീജിയൻ ഇതാണ്. അപ്പോൾ അതായിരിക്കും നമ്മുടെ സോളിഡ്. ഏതാണോ ക്ലോസ്ഡ് ആയിട്ട് വരുന്നത്, ഈ ലൈൻസ് എല്ലാം വരച്ച ശേഷം ഇത് ബൗണ്ടറി ആയിട്ട് വരുന്ന ഒരു ക്ലോസ്ഡ് റീജിയൻ ആണ് നമ്മുടെ റീജിയൻ വരിക. ഈ സർക്കിളിൻ്റെ അകത്തുള്ള റീജിയനാണ്. സർക്കിളിൻ്റെ അകത്തുള്ള റീജിയൻ വരുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് എക്സ് വൈ ലിമിറ്റ്സ് കണ്ടെത്താം. പോളാറിൽ വേണമെങ്കിൽ കണ്ടെത്താം, അതല്ലെങ്കിൽ റെക്റ്റാങ്കുലർ ഫോമിൽ കണ്ടെത്താം. പോളാറിലാണെങ്കിൽ ഇതിൻ്റെ ലിമിറ്റ്സ് വരിക 0 ലെസ് ദാൻ r ലെസ് ദാൻ 3, 0 ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ 2π ആയിരിക്കും. നമ്മൾ അല്ലാതെ എക്സ് വൈ ലിമിറ്റ്സ് എന്നുള്ള രീതിയിൽ ഫോമിൽ എടുക്കുകയാണെങ്കിലോ, രണ്ട് രീതിയിലും എടുക്കാം കേട്ടോ. നമുക്കിപ്പം എക്സ് വൈ എന്നുള്ള ലിമിറ്റിൽ തന്നെ എടുക്കാൻ ശ്രമിക്കാം. എക്സ് വേരീസ് ഫ്രം -3 to 3. വൈ എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷനിൽ പോകുന്നതാണ്. അപ്പോൾ ലോവർ ലിമിറ്റ് വരിക റൂട്ട് ഓഫ് എന്തായിരിക്കും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 9 ആണ്. അപ്പം y ഈക്വൽ ടു 9 മൈനസ് എക്സ് സ്ക്വയറിൻ്റെ റൂട്ട്, അത് മൈനസ് വരുമ്പോൾ താഴെ ഭാഗം, പ്ലസ് വരുമ്പോൾ മുകളിലുള്ള ഭാഗം, പ്ലസ് റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ വരെ. അപ്പോൾ ഇൻ്റഗ്രൽ വരെ എന്തായിരിക്കും? ഇൻ്റഗ്രൽ കോൺസ്റ്റൻറ്റ് ലിമിറ്റ് ആദ്യം -3 to 3, ഇൻ്റഗ്രൽ മൈനസ് റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ ടു പ്ലസ് റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ. ദെൻ സെഡിൻ്റെ ലിമിറ്റ് 1 to 5 മൈനസ് എക്സ്. എന്നിട്ട് ഏത് ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്? 1 dz dy dx. 1നെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ -3 to 3 എന്ത് വരും? ഇൻ്റഗ്രൽ മൈനസ് റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ ടു റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ. 1ൻ്റെ ഇൻ്റഗ്രൽ സെഡ് തന്നെ, 1നെ സെഡ് വിത്ത് റെസ്പെക്ട് ടു സെഡിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ സെഡ് തന്നെ. പിന്നെ ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് 5 മൈനസ് എക്സ് മൈനസ് 1 എന്ന് വരും. dy dx ഈക്വൽ ടു -3 to 3. അപ്പോൾ അതായത് 4 മൈനസ് എക്സ്, അതിനെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് 4 മൈനസ് എക്സ് ഇൻറ്റു വൈ. 4 മൈനസ് എക്സ് വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഒരു കോൺസ്റ്റൻ്റ് ആണല്ലോ. മൈനസ് റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ ടു റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ dx ഈക്വൽ ടു -3 to 3, 4 മൈനസ് എക്സ് ഇൻറ്റു 2 ഇൻറ്റു റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ വരും. അപ്പോൾ 2 ഇൻറ്റു 9 മൈനസ് എക്സ് സ്ക്വയർ dx എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിൻ്റെ ഫൈനൽ ആൻസർ എന്താ വരിക? അപ്പോൾ ഇത് രണ്ട് ഇൻ്റഗ്രലായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യേണ്ടി വരും. 8 ഇൻറ്റു റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ -3 to 3. ഈ 2 ഇൻറ്റു 4 8 അല്ലേ? 8 ഇൻറ്റു റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ dxഉം മൈനസ് 2x ഇൻറ്റു റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ ഇൻ്റഗ്രൽ -3 to 3 dx എന്നുള്ളത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യേണ്ടി വരും. ഇത് റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല യൂസ് ചെയ്യണം. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ, ഫസ്റ്റത്തേൽ റൂട്ട് ഓഫ് ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഫോർമുല യൂസ് ചെയ്യണം. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷനും യൂസ് ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി യു വിൽ ഗെറ്റ് 36π എന്ന് ആൻസർ കിട്ടും. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള സ്റ്റെപ്പ് ചെയ്ത് നോക്കുക. ഇങ്ങനെയാണ് നമ്മൾ വോളിയം കണ്ടുപിടിക്കുക. സോ ദിസ് ഇസ് യൂണിറ്റ് ക്യൂബ്. വോളിയം ഓഫ് ദാറ്റ് സോളിഡ് വിൽ ബി 36π എന്ന് കിട്ടും. ഓക്കെ, ഒരു സോളിഡ് എന്ന് പറയുന്നത് ഒരു സിലിണ്ട്രിക്കൽ സോളിഡാണ്. സോളിഡിനെ നമ്മളൊന്ന് റഫായിട്ട് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒരു സിലിണ്ടർ ഉണ്ട്. ഒരു സിലിണ്ടറിനെ താഴെ z ഈക്വൽ ടു 0 ആണ് അതിൻ്റെ ബൗണ്ടറി, അതായത് എക്സ് വൈ പ്ലെയിന്. മുകളിൽ z ഈക്വൽ ടു 5 മൈനസ് എക്സ് എന്ന് പറയുന്നത് ഒരു ചരിഞ്ഞ പ്ലെയിൻ ആയിരിക്കും. അതിൻ്റെ ഇടയിലുള്ള സോളിഡാണ്. ഈ രണ്ട് ഇതുകൊണ്ട് ഒരു സിലിണ്ടറിനെ കട്ട് ചെയ്താൽ അതിൻ്റെ ഇടയിലുള്ള സിലിണ്ടറിൻ്റെ അകത്തുള്ള പോർഷനാണ് നമ്മുടെ സോളിഡ്. ഓക്കെ, അതിൻ്റെ വോളിയമാണ് നമ്മളിപ്പം കണ്ടുപിടിച്ചത് 36π. ഓക്കെ, ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഹോംവർക്കായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടതുണ്ട്.
ക്വസ്റ്റ്യൻ നമ്പർ ഇത് 14.5 ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. സെക്ഷൻ 14.5 കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിരുന്നത് 14.4 ആയിരിക്കാം. ഇത് 14.5 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3 ചെയ്യാം. 7 then 10 12 15 17 ഈ ക്വസ്റ്റ്യൻസ് ഹോംവർക്കായിട്ട് ചെയ്യണം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ചെയ്ത് നോക്കിയാലേ ഇതെല്ലാം പഠിയുള്ളൂ. നമ്മൾ മാത്സിൽ ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ തന്നെ എഫക്റ്റീവ് അല്ല. അപ്പോൾ നിങ്ങളത് പ്രാക്ടീസ് ചെയ്യാതിരുന്നാൽ വെറുതെ ആയി പോവും. സോ പ്രാക്ടീസ് ചെയ്യണം, പ്രോബ്ലംസ് ചെയ്യണം. അതിൽ ഗിവ് ഹോംവർക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഞാൻ ET ലാബിൽ തരാം. അതിൽ ഹോംവർക്ക്സ് അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ദാറ്റ്സ് ഫോർ ടുഡേ. താങ്ക് യു.